നമസ്കാരം. കേരള രാഷ്ട്രീയം ഇന്ന് ഉറ്റുനോക്കുന്നത് ഇടതുമുന്നണിയിലെ അസാധാരണമായ ചില മലക്കം മറിച്ചിലുകളെയാണ്. ഒരു വശത്ത് മുന്നണി മര്യാദകൾ ലംഘിച്ച വെള്ളാപ്പള്ളി നടേശനെ നെഞ്ചിലേറ്റുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറുവശത്ത് ഭരണത്തിലെ പിഴവുകൾ ഓരോന്നായി എണ്ണി പറഞ്ഞ് പാർട്ടിയെ പ്രതിരോധിക്കാൻ പാടുപെടുന്ന MV ഗോവിന്ദൻ, CPIയെ ചതിയൻ ചന്തു എന്ന് വിളിച്ച വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? PM ശ്രീ പദ്ധതിയിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് പാർട്ടി സെക്രട്ടറിക്ക് പരസ്യമായി പറയേണ്ടി വന്നത് ഏത് സാഹചര്യത്തിലാണ്? പിണറായിയും ഗോവിന്ദനും തമ്മിലുള്ള ഈ ആശയക്കുഴപ്പങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDFന്റെ ശവക്കുഴി തോന്നുമോ? നമുക്ക് പരിശോധിക്കാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ CPIയും CPMും തമ്മിലുള്ള ബന്ധം എന്നും ഊഷ്മളമാണെന്നാണ് വെപ്പ്. എന്നാൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ CPIയെ ചതിയൻ ചന്തു എന്ന് വിശേഷിപ്പിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാട് ഞെട്ടിക്കുന്നതായിരുന്നു. ബിനോയ് വിശ്വമല്ല, പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഒരേ ഒരു ഡയലോഗിൽ എല്ലാമുണ്ട്. വെള്ളാപ്പള്ളിയെ തന്റെ കാറിൽ കയറ്റിയത് ശരിയാണെന്നും അത് ഇനിയും തുടരുമെന്നും പറയുമ്പോൾ തന്റെ മുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPIയെ പരസ്യമായി അപമാനിച്ച ഒരാൾക്ക് മുഖ്യമന്ത്രി സംരക്ഷണം നൽകുകയാണ്. ബിനോയ് വിശ്വം വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റില്ലായിരിക്കും, പക്ഷേ താൻ കയറ്റുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം CPIയോടുള്ള തുറന്ന വെല്ലുവിളിയാണ്. മുന്നണിയിലെ ഐക്യത്തെക്കാൾ പിണറായിക്ക് വലുത് വെള്ളാപ്പള്ളിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നു. മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയെ താലോലിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മറ്റൊരു വഴിക്കാണ് സഞ്ചരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് ബാധ്യതയില്ലെന്ന് പറയുമ്പോഴും വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ ഗോവിന്ദന് തള്ളിപ്പറയേണ്ടി വരുന്നു. മലപ്പുറം ജില്ലയെയും മുസ്ലിം സമൂഹത്തെയും അധിക്ഷേപിച്ച വെള്ളാപ്പള്ളിയുടെ നിലപാടിനോട് യോജിപ്പില്ലെന്ന് ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. ഇവിടെയാണ് വൈരുദ്ധ്യം. തന്റെ പാർട്ടിക്ക് ഏറ്റവും വലിയ ശത്രുവായി മാറിയ വർഗീയ പ്രസംഗങ്ങളെ മുഖ്യമന്ത്രി വെള്ളപൂശുമ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് അത് തിരുത്തേണ്ടി വരുന്നു. LDFന് മുസ്ലിം വോട്ടുകൾ ലഭിക്കുന്നില്ലെന്ന വെള്ളാപ്പള്ളിയുടെ വാദം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ ഗോവിന്ദൻ പെടാപ്പാട് വിടുകയാണ്. സത്യത്തിൽ ഭരണത്തലവനും പാർട്ടി തലവനും രണ്ട് ധ്രുവങ്ങളിലാണ്. ഭരണത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന പാർട്ടി സെക്രട്ടറി തന്നെ സമ്മതിക്കുന്ന കാഴ്ചയാണ് നാം PM ശ്രീ പദ്ധതിയിൽ കണ്ടത്. കേന്ദ്രത്തിന്റെ ഈ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒപ്പിട്ടത് വലിയ തെറ്റായിപ്പോയി എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. എന്താണ് ഇതിന്റെ അർത്ഥം? മന്ത്രിസഭയിലോ മുന്നണിയിലോ ചർച്ച ചെയ്യാതെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും ഏകപക്ഷീയമായി തീരുമാനമെടുത്തു. ഈ തീരുമാനം പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകൾക്ക് വിരുദ്ധമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ദയനീയ തോൽവിക്ക് പ്രധാന കാരണങ്ങളിലൊന്ന് ഈ ഭരണവീഴ്ചയാണ്. അമിത ആത്മവിശ്വാസം വിനയായി എന്ന ഗോവിന്ദൻ പറയുമ്പോൾ അത് പിണറായി വിജയന്റെ ഏകപക്ഷീയമായ ഭരണശൈലിക്കുള്ള പരോക്ഷമായ താക്കീതാണ്. സർക്കാരിന്റെ പിഴവുകൾ തിരുത്താൻ പാർട്ടിക്ക് ഇടപെടേണ്ടി വരുന്നു എന്നത് ഭരണ സംവിധാനം പാളിപ്പോയി എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാകും എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ പിണറായി വിജയന് കഴിയുന്നില്ല. മത്സരിക്കുന്ന കാര്യം ആലോചിച്ചിട്ടില്ല, അത് വ്യക്തിപരമായ തീരുമാനമല്ല, പാർട്ടി പറയും എന്ന് പറയുമ്പോൾ പാർട്ടിക്കുള്ളിലെ പുകച്ചിൽ വ്യക്തമാണ്. ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിക്കുമ്പോൾ പിണറായിയെ മുൻനിർത്തി വോട്ട് ചോദിക്കാൻ പാർട്ടിക്ക് ഭയമാണോ? അതോ ഗോവിന്ദൻ പക്ഷം പിണറായിയെ വെട്ടിമാറ്റാൻ ഒരുങ്ങുകയാണോ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഒരു പാഠമാണെന്ന് ഗോവിന്ദൻ പറയുമ്പോൾ ഭരണ തുടർച്ച എന്നത് വെറുമൊരു സ്വപ്നമായി മാറുമോ എന്ന ആശങ്ക CPMനുണ്ട്. ജനങ്ങളുമായുള്ള ബന്ധം തകർന്നു എന്ന പാർട്ടി സെക്രട്ടറി തന്നെ സമ്മതിക്കുമ്പോൾ ഇനി എന്ത് മുഖവുമായാണ് ഇവർ വോട്ട് ചോദിക്കാൻ പോകുന്നത്? ഇത് ഒരു മുന്നണിയുടെ തകർച്ചയുടെ ലക്ഷണമാണ്. മുഖ്യമന്ത്രിക്ക് വെള്ളാപ്പള്ളിയോടുള്ള സ്നേഹം, പാർട്ടി സെക്രട്ടറിക്ക് സർക്കാരിനോടുള്ള അതൃപ്തി, CPIയുമായുള്ള ഉലച്ചിൽ, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് വരാനിരിക്കുന്ന വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് തന്നെയാണ്. തെറ്റുകൾ തിരുത്തി എന്ന് ഗോവിന്ദൻ പറയുമ്പോഴും
ആ തെറ്റുകൾ ആവർത്തിക്കുമെന്ന പിണറായിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. ഭരണഘടനയെയും ജനാധിപത്യത്തെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ സ്വന്തം മുന്നണിയിലെ ഐക്യം പോലും നിലനിർത്താൻ കഴിയാതെ ഉഴലുകയാണ്. കേരളം ഈ പതനം കാണുന്നുണ്ട്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇതിനുള്ള മറുപടി ജനങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല.